അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു പ്രസ്താവനയാണ് ശ്രീ KS ഹരിഹരൻ ചെയ്തത്. അത് നമുക്കൊക്കെ അവമാനമാണ്. അത് ഏത് നേതാവ് ചെയ്താലും അത് തീർച്ചയായിട്ടും മലയാളികൾക്ക് സ്ത്രീകളെ ബഹുമാനിക്കാനും പരിഗണിക്കാനും അറിഞ്ഞുകൂടാ എന്ന് വരുന്നതാണ്. അത് UDFന് വലിയ മാനക്കേടുണ്ടാക്കും. പിന്നെ തീർച്ചയായിട്ടും ആ സ്റ്റേജിൽ വെച്ച് ഒരു നേതാവും കോൺഗ്രസിൻ്റെയോ RMPയുടെയോ മുസ്ലിം ലീഗിൻ്റെയോ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ആരിൽ ഒരാൾ പോലും അവിടെ വെച്ച് അത് പറഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഗുരുതരമായൊരു വീഴ്ചയാണ്. കാരണം ആ പ്രസ്താവന ഞാനത് കണ്ടു, ഹരിഹരൻ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ മാധു ചൂണ്ടിക്കാണിച്ച മാതിരി അത് പൊട്ടിച്ചിരിക്കാനും കൈയടിക്കാനും അനുമോദിക്കാനും ആസ്വദിക്കാനും ആളുണ്ട് എന്നുള്ളത് എന്തൊരു നാണക്കേടാണ്. ആ സമയത്ത് അത് പറയുന്ന സമയത്ത് അവിടെ ഒരാൾക്കും അത് മനസ്സിലായില്ല എന്നു. അതൊക്കെ വളരെ വളരെ കഷ്ടമാണ്, യാതൊരു സംശയമില്ല. ഇതിപ്പോൾ വടകരയിലെ കാര്യം വേറൊരു കാര്യം എന്ന് വെച്ചാൽ മഴ നിന്നിട്ട് മരം പെയ്യുന്നു എന്ന് പറഞ്ഞ മാതിരി വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും അവിടുത്തെ തർക്കങ്ങളും അവിടുത്തെ വിവാദങ്ങളും അവിടുത്തെ പോർവിളികളും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ തരത്തിലൊരു സ്ത്രീവിരുദ്ധമായ പ്രസ്താവന വരുന്നത്. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായ സ്വന്തമായ ആർമിയൊക്കെ ഉള്ള ഒരു വിദ്വാൻ മുമ്പ് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുമ്പോൾ ഒരു പെൺകുട്ടി, ഒരു ഹയർ സെക്കൻഡറി പ്രായപരിധിയിലുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്ന് കൂവിയ ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. അന്ന് ആ പെൺകുട്ടി അത് ചെയ്യാൻ കാണിച്ച ധൈര്യത്തെ ഞാൻ ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള എന്ന് അവകാശപ്പെടുന്ന നേതാക്കളുടെ ധൈര്യവുമായി തുലനം ചെയ്തു നോക്കുകയാണ്. അത്രത്തോളം പ്രായത്തിന്റെ പക്വതയിൽ നിന്നുകൊണ്ട് ആ കുട്ടിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഒരൊറ്റ കൂവൽ, ഒരൊറ്റ വിരൽ ചൂണ്ടൽ, ഒരു തിരുത്ത് അവിടെ നിന്നുണ്ടായില്ല എന്നതിനെ ഞാൻ വലിയ നാണക്കേടോടുകൂടി കാണുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. പൊതുവെ നമ്മുടെ ആളുകളുടെ ഭാഷ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നീ ആണാണെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ ആണത്തം എന്നുള്ളൊരു വാക്ക് അതൊരു മൂല്യമായിട്ടാണ് നമ്മുടെ ഭാഷയിൽ വരുന്നത്. മിക്ക ആളുകൾ സംസാരിക്കുമ്പോൾ പൗരുഷം എന്നുള്ളൊരു വാക്ക് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വ്യാകരണത്തിൽ തന്നെ അവൻ എന്നുള്ളത് പുല്ലിംഗമാണ്, അവൾ എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അത് എന്നുള്ളത് നൗസലിംഗമാണ്. അവൾ എന്നുള്ളത് സ്ത്രീലിംഗമാണെന്ന് പറയുമ്പോൾ ലിംഗം എന്നുള്ളത് ഒരു പുരുഷ സൂചകമായ പദമാണ്. അതിനുവരെ നമുക്ക് വാക്കില്ല. ആ അളവിൽ നമ്മുടെ ഭാഷ തന്നെ പലപ്പോഴും സ്ത്രീവിരുദ്ധമായി പെരുമാറുന്നു. അത് പൊതുവെ ആളുകൾക്ക് ഉപയോഗിക്കുന്നു. ഇപ്പം നമുക്കിപ്പോൾ ആദർശ പുരുഷൻ എന്ന് വാക്കുണ്ട്, ആദർശ സ്ത്രീ എന്ന് വാക്കില്ലല്ലോ. ചരിത്ര പുരുഷൻ എന്ന് വാക്കുണ്ട്, ചരിത്ര സ്ത്രീ എന്ന് വാക്കില്ല. ഏത് ഇവിടെ നമ്മുടെ അക്കാമ്മ ചെറിയാനും ആനി മസ്ക്രീനും ക്യാപ്റ്റൻ ലക്ഷ്മിയും സുശീല ഗോപാലനും ഗൗരിയമ്മയൊക്കെ ജീവിച്ച ഭാഷയായത് മലയാളം. അപ്പോൾ ഇതിൽ ഈ തരത്തിലൊന്നും നമുക്ക് വാക്കില്ല. അങ്ങനെ നമ്മുടെ ഭാഷയ്ക്ക് ഒരുപാട് പരിമിതികളും കൊള്ളരുതായ്മകളും ഉണ്ട്. നമ്മുടെ പഴഞ്ചൊല്ലുകളൊക്കെ ആകാവുന്നതിലധികം സ്ത്രീവിരുദ്ധമാണ്. പെൺബുദ്ധി എന്നുള്ളൊരു പ്രയോഗം ആലോചിച്ചാൽ മതി. അപ്പം ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ വ്യക്തിപരമായ വലിയ അധിക്ഷേപങ്ങൾ. ഇതിപ്പോൾ ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഒരു റിപ്പോർട്ടിൽ വായിച്ചത്, ആഗോള വ്യാപകമായി തന്നെ പുരുഷന്മാർ സംസാരിക്കുമ്പോൾ ഈ ഒരു സ്വഭാവമുണ്ട് എന്നാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ 12 മാസത്തിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ആളുകൾ 17 തവണ സ്ത്രീവിരുദ്ധമായി സംസാരിച്ചു എന്നാണ് ആ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചത്. അതിലാരൊക്കെ? ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ടർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ, നൈജീരിയയിൽ ഇപ്പോൾ 2023 സ്ഥാനമൊഴിഞ്ഞ മുഹമ്മദ് ബുഹാരി അവിടുത്തെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യ ഐഷ ബുഹാരി അദ്ദേഹത്തിൻ്റെ ഭരണത്തെ വിമർശിച്ചു. ആ വിമർശനം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? അവൾക്ക് എൻ്റെ അടുക്കളയിലും എൻ്റെ കിടപ്പറയിലുമല്ലേ സ്ഥാനമുള്ളൂ എന്നാണ്. അപ്പം ഇത് മുഹമ്മദ് ബുഹാരിയുടെ ഈ പ്രസ്താവന അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മിക്ക ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംഗതിയായി. അതായത് സ്ത്രീക്ക് എവിടെയാണ് സ്ഥാനം? അത് കിടപ്പറയിലും അടുക്കളയിലും എന്നാണ്. ആലോചിച്ച് നോക്കൂ, 33% ലോക്സഭയിലേക്ക് സംവരണം വേണം സ്ത്രീകൾക്ക് ഉള്ള കാര്യം നമ്മൾ കൈയടിച്ച് പാസ്സാക്കി. ഹൈദരാബാദിലെ ഉവൈസിയുടെ പാർട്ടി ഒഴിച്ചുള്ള 2 മെമ്പർമാരൊഴിച്ച് ബാക്കി എല്ലാവരും അതിനെ അനുകൂലിച്ച് ലോക്സഭ പാസ്സാക്കി. പക്ഷേ ഇത്തവണത്തെ 2024 ഇലക്ഷനിൽ എത്ര പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികളുടെ ഇടയിൽ സ്ത്രീകൾക്ക്
ഈ അളവുള്ള സ്ഥാനം കൊടുത്തു എന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ പറയുന്നതാണ് ഇതൊക്കെ. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം സാമാന്യമായി സ്ത്രീവിരുദ്ധമാണ്. നമ്മുടെ മിക്ക ഭാഷകളും സ്ത്രീകൾക്കെതിരാണ്. സ്ത്രീ പുരുഷ സമത്വം നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ, മിക്ക പാർട്ടിക്കാരും അവർ ആലോചിക്കാതെയും ബോധത്തിലും അബോധത്തിലും അവർ സംസാരിക്കുമ്പോൾ സ്ത്രീ വിരുദ്ധത വരുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു 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 കരുതൽ നമ്മുടെ ഭാഗത്ത് വേണം. നമ്മൾ ഈ തരത്തിൽ അന്യായം ചെയ്യുന്ന കൂട്ടരാണ് മലയാളികൾ എന്നൊരു താക്കീതായും കൂടി ഹരിഹരൻ്റെ ഈ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ പ്രസ്താവന ഉപകാരപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.